മിനിറ്റ്. ചേച്ചിക്ക് തടവാണെന്നും പറഞ്ഞിട്ട് ഈ കട്ടം പൊക്കിക്കണേ എന്തിന്? അത് വേറെ ഒന്നുമല്ല മോനെ, അവള് വീഴാൻ പോയപ്പോ ഞാൻ കയറി പിടിച്ച് എന്റെ കാലാണ് ഉളുകിയത്. ഒന്ന് തിരുമ്മി തന്നടാ. എനിക്ക് വയസ്സായവരെ തടവ അറിഞ്ഞൂടാ. ചേച്ചിമാരെ മാത്രമേ ഞാൻ തടവുള്ളൂ. നിന്റെ ഭാഗ്യം. വയസ്സായവരെ തടവിയാലേ ഞരമ്പ് കിട്ടൂല, ഞരമ്പ്. നീ ഒരു ഞരമ്പനല്ലടാ, നിനക്ക് ഞരമ്പ് കിട്ടില്ല എന്ന് പറയാ. ഓ കഷ്ടമുണ്ട് ചേച്ചി. എന്തോ ഓണസദ്യ ഒന്നും നടക്കൂല, ഞാൻ പോട്ടാ. എടാ വേറെ കാര്യം ഉണ്ടാ, ഓണസദ്യ ഉണ്ടാക്കില്ലടാ. വേറൊന്നുമല്ല, ഇവക്ക് ഭയങ്കര ചെന്നുകുത്ത്. അപ്പൊ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ ആ ചെന്നുകുത്ത് മാറിക്കോളും. തടവി കൊടുക്കണം ഒന്ന്. പറഞ്ഞു കയറി വന്നിട്ട് അവസാനം ചെന്നിരുന്നിട്ട് ഞാൻ തലയിരുന്ന് ഇങ്ങനെ ആക്കുമ്പോ കളവനിരുന്ന് സൂയിക്കാനാണ്. എനിക്ക് ചെന്നുകുത്തിനൊന്നും തടവ അറിഞ്ഞൂടാ. നിനക്കറിയാൻ പാടില്ലേ? ഭയങ്കര കഷ്ടമുണ്ട്. അപ്പൊ ഞാൻ തന്നെ തടവി കൊടുക്കാം. എന്താ പിടിച്ചെന്ന് കഷ്ടം നോക്കി ഇവനെ കൊണ്ടൊക്കെ. ചേച്ചിക്കായിരുന്നു ചെന്നിക്കുത്ത്. എനിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ മാറി. അപ്പാപ്പ ഇവിടെ വന്നാ ഒന്നും നടക്കൂല. എന്തോ അപ്പാപ്പ കഴിക്കോ? എന്ത് കഴിക്കുമെന്ന്? സദ്യയാണോ? സദ്യയല്ല, വാട്ടീസ് അടിക്കുമെന്ന്. ചെറുതായിട്ടൊക്കെ കഴിക്കോ? മാമോ വന്നപ്പോ തന്നെ മാമായാക്കി. അല്ലല്ല അപ്പാപ്പ, തിരുവോണമൊക്കെ അല്ലേ? തിരുവോണമൊക്കെ ആണെന്നാണല്ലോ പറയണത്. നമുക്ക് 2 അടിച്ചാലോ? 2 ഇടാം, 3 അടിക്കാം. ഞാൻ നല്ല വീക്കാണ് ആ കേസിൽ. തിരുവോണാക്കുമ്പോ നന്നായിട്ട് കേട്ടു ഞാൻ. അങ്ങനെയാണെങ്കിലേ മാമൻ ജംഗ്ഷനിലെ ബിവറേജ് ചെന്ന് ഒരു ഫുൾ എടുത്തോണ്ട് വരുവോ? നിനക്കൊരു ബുദ്ധിമുട്ടാവൂലടാ അത്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, മാമ എടുത്തോണ്ടെന്നാ നമുക്കങ്ങ് കീറാ നിന്ന്. മാമ ഫുള്ളൊക്കെ എടുത്തിട്ട് മാമന്റെ കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടിട്ട് വൈകിട്ട് വന്നാ മതി കേട്ടാ. നിനക്ക് വിഷമാവൂലടാ അത്. ഒരു വിഷമവും ഇല്ല. ഞാനും ചേച്ചിയും കൂടെ ഇവിടെ ഒന്ന് ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോ മാമൻ വന്നാ മതി കേട്ടാ. പോയിട്ട് വരാം. അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ? എടാ, തിരുവോണത്തിന് ആദ്യമായിട്ടാണ് എനിക്കൊരാള് ഗിഫ്റ്റ് തന്നത്. അപ്പൊ ഒരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരണടാ. ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കണ്ടേ ഇവക്ക്? കൊടുക്കണ്ട ഞാൻ ഒരു ഗിഫ്റ്റ്. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പുറത്തെ വാതിലൊക്കെ അടച്ചു. ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോ പല സൗണ്ടും കേൾക്കും, ആൾക്കാരെ കാണും. അതെ, ഞങ്ങൾ ഒരു ഗിഫ്റ്റ് തരുമ്പോ പുറത്തുള്ള നാട്ടുകാര് അതൊന്നും അറിയാൻ പാടില്ല. വാതിലടക്കണം. അടച്ചോണ്ടും പാടി. അടച്ചടച്ച്. മോനെ, ഇത് ഗിഫ്റ്റ് വേണ്ടേ? വേണം. ഇതാടാ എന്റെ ഗിഫ്റ്റ്. ആരാ? ഇവളുടെ കെട്ടിയോണ്ടാ. നീ എന്തുവാടാ വിചാരിച്ചത്? നിന്റെ പേരെന്താ? ഉന്മേഷ്. നീ എന്താ വിചാരിച്ചത്? നീ വിളിക്കുമ്പോ തന്നെ നിന്നെ ഞാൻ ഇവിടെ വിളിച്ചിരുത്തി സദ്യ ഊട്ടിക്കുമെന്ന്.